നേമം നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് ബി.ജെ.പി. അന്തർധാര സജീവമാണെന്ന ഗുരുതര ആരോപണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. തങ്ങൾ പരാജയപ്പെട്ടാലും നേമത്ത് ബി.ജെ.പി. ജയിക്കണമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബി.ജെ.പിക്ക് വോട്ട് മറിച്ച് എൽ.ഡി.എഫിനെ തോൽപ്പിക്കാനുള്ള ആസൂത്രിത നീക്കം നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. മണ്ഡലത്തിലെ പല പോളിംഗ് സ്റ്റേഷനുകളിലും ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകർ അപ്രത്യക്ഷരായത് ഇതിന്റെ തെളിവാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. യു.ഡി.എഫിനും ബി.ജെ.പിക്കും ഒരേ ഒരു അജണ്ട മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ്. മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് അത് ബി.ജെ.പിയുടെ െത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് വിലക്കെടുക്കുന്ന നാണം കെട്ട പാർട്ടിയായി ബി.ജെ.പി. മാറിയെന്ന് മന്ത്രി ആഞ്ഞടിച്ചു. നേമത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി. വൻതോതിൽ പണവും മദ്യവും മയക്കുമരുന്നും ഒഴുക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിലൂടെ ജനവിധിയെ അട്ടിമറിക്കാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 15 വർഷമായി താൻ വോട്ടർമാരുമായി പുലർത്തുന്ന വ്യക്തിപരമായ ബന്ധവും എൽ.ഡി.എഫിന് ഗുണകരമാകുമെന്നാണ് ശിവൻകുട്ടിയുടെ പ്രതീക്ഷ. മന്ത്രി എന്ന നിലയിലുള്ള തന്റെ പ്രവർത്തനങ്ങളും നിയമം കേന്ദ്രീകരിച്ചുള്ള ഇടപെടലുകളും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ശതമാനം എൽ.ഡി.എഫിന് അനുകൂലമാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. സർക്കാർ അനുകൂല തരംഗമാണ് മണ്ഡലത്തിൽ പ്രകടമായത്. വികസന വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളാണ് എൽ.ഡി.എഫ് മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിപക്ഷം സർക്കാരിനെതിരായ വികാരം ഇല്ലാത്തതിനാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെയും ശിവൻകുട്ടി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. വികസനം ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ മോശം ഭാഷയിൽ അധിക്ഷേപിക്കുന്നത് രാഷ്ട്രീയ മര്യാദകേടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ നടത്തിയവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടകയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചും ശിവൻകുട്ടി വിമർശനമുയർത്തി. അഴിമതി കേസിൽ ജയിലിൽ കിടന്ന രാഷ്ട്രീയ പാരമ്പര്യം മാത്രമുള്ള ഒരാൾ കേരളത്തിലെത്തി വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. ഗുജറാത്തിലോ തമിഴ്നാട്ടിലോ ചെന്ന് ഇത്തരത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ എന്നും മന്ത്രി ചോദിച്ചു. സർക്കാർ വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഒരിടത്തും ദൃശ്യമായിരുന്നില്ല. മറിച്ച് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിലും വികസന പ്രവർത്തനങ്ങളിലും ജനങ്ങൾ സംതൃപ്തരാണ്. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസോ ബി.ജെ.പിയോ തയ്യാറായില്ല. പകരം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ തിരിക്കാനാണ് അവർ ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. നേമത്ത് ഇത്തവണ എൽ.ഡി.എഫ് മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസം മന്ത്രി പ്രകടിപ്പിച്ചു. വർഗീയ ശക്തികളും അവസരവാദ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങളുടെ പിന്തുണയോടെ ഈ വെല്ലുവിളികളെ അതിജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലുകൾ എല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വലിയ ആവേശം നൽകുന്നതാണ്. വോട്ടർമാർ കാണിച്ച ആവേശവും പോളിംഗ് നിലയും വികസന തുടർച്ചയ്ക്കുള്ള അംഗീകാരമായി മാറുമെന്നാണ് ശിവൻകുട്ടിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ ബി.ജെ.പി. കോൺഗ്രസ് രഹസ്യ നീക്കങ്ങൾ പരാജയപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു.